ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും ഉത്രാട ദിനാശംസകൾ. ഇപ്പോൾ സമയം 8 മണിയായിട്ടോ. അപ്പോൾ ഞാനിന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഒരു 5:45 എണീറ്റു. എൻ്റെ കൂടെ തന്നെ മക്കളും എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ കുളിപ്പിച്ചു. അതിന് ശേഷം ഞാൻ കുളിച്ചു. കാരണം ഇന്ന് പൂവിടാനുണ്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ അങ്ങേ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് പൂവ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴയാണ്. മഴ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കും കേട്ടോ. രാവിലെ മുതലേ നല്ല മഴയാണ്. അപ്പോൾ കുറച്ച് വാങ്ങിയ പൂവുണ്ട്. അപ്പോൾ ബാക്കി കൂടി പറിക്കണം. മഴയായതുകൊണ്ട് നമ്മൾ ഇതുവരെ വെയിറ്റ് ചെയ്തതാണ്. മഴ നിൽക്കാത്തത് കൊണ്ടാണ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ വീട്ടിൽ നമ്മൾക്ക് 3 തരം പൂവ് മാത്രമാണ് കേട്ടോ ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളത്. ബാക്കി പൂവ് വീട്ടിൽ തന്നെ ഉണ്ട്. അതൊക്കെ ഇട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. പൂക്കൾ ഒരുപാടുണ്ട്, ഒരുപാട് തരമുണ്ട്. പക്ഷേങ്കിൽ എല്ലാ പൂക്കളും കുറച്ച് കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ. അപ്പോൾ പറിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ മഴയും ഇങ്ങനെ ചെറുതായിട്ട് ചാറുന്നുണ്ട്. കുട ചൂടിയിട്ട് പറിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കുട ഇവിടെ വെച്ചത്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായ പൂവാണ് കേട്ടോ. പക്ഷേങ്കിൽ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും ഞാൻ പറിച്ചെടുത്തിട്ടില്ല. പിന്നെ അരിപ്പൂവുണ്ട് കേട്ടോ, ഒരുപാട് അരിപ്പൂവുണ്ട്. നമുക്ക് മെയിനായിട്ട് പൂക്കളൊക്കെ ഇടുമ്പോൾ അരിപ്പൂവൊക്കെ ആണല്ലോ വേണ്ടത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. പക്ഷേങ്കിൽ ഒരുപാട് കൊഴിഞ്ഞു പോയിട്ടുണ്ട് മഴയായതുകൊണ്ട് തന്നെ. അപ്പോൾ കിട്ടുന്നത് അത്രയും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് വേണ്ടത്ര പൂക്കൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറിച്ച ചില പൂക്കളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് 2 റോസായിരുന്നു കേട്ടോ. അപ്പോൾ അത് മഴ നനഞ്ഞിട്ട് അവൻ തൊട്ടപ്പോഴേ അത് നിലത്ത് പോയി തൊഴിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ ഞാൻ അവനെ വഴക്ക് പറയുന്ന വെച്ചിട്ടാണ് അവൻ എന്നെ ഇങ്ങനെ നോക്കിയത്. ഒരുപാട് ചെടിയുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഞാൻ പൂക്കളൊക്കെ പറിച്ച് വരുമ്പോഴേക്കും മക്കൾ നമ്മൾ ഇന്നലെ മേടിച്ച പൂവ് ഇങ്ങനെ മുറിച്ചിടുവാണ്. അപ്പോൾ ഇത് വിത്തോട് കൂടിയാണ് കേട്ടോ അവർ മുറിച്ചിട്ടത്. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. വിത്ത് കട്ട് ചെയ്തിട്ട് മുറിക്കാൻ തന്നെ വിചാരിച്ചത്. നമ്മുടെ റോസും പിന്നെ മേരി ഗോൾഡ് എന്ന് പറഞ്ഞ നമ്മുടെ ചെട്ടിപ്പൂവ് കേട്ടോ. ഓറഞ്ചും മഞ്ഞയാണ് കേട്ടോ മേടിച്ചത്. അത് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതാണ് അത് 3 മാത്രം വാങ്ങിയത്. അപ്പോൾ ഞാനാണ് കേട്ടോ പൂവിട്ടത്. പിന്നെ മക്കളും കൂടെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ആപ്പൻ്റെ മക്കളും കേട്ടോ, അവരും കുറേ പൂവൊക്കെ റെഡിയാക്കി തന്നു. ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ ഇത് ഇടുന്നത്. നമ്മൾ പൂവിട്ട് കഴിയുമ്പോഴേക്കും ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ പൂവ്. പുറത്ത് നല്ല മഴയും പിന്നെ ചെറുതായിട്ട് കാറ്റും ഉണ്ട്. അപ്പോൾ പൂവ് പാറിപ്പോകുമെന്നുള്ളൊരു പേടിയായിരുന്നു. പക്ഷേ എങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ? എല്ലാ വീടുകളിലും ഇന്ന് പൂവ് ഇടും. അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് ചോറും പിന്നെ മീൻകറിയും പച്ചടി പിന്നെ പപ്പടം പായസം പിന്നെ മട്ടൻ കറിയാണ് കേട്ടോ. നമ്മൾ ഓണത്തിന് മെയിനായിട്ട് നമ്മൾ മട്ടൻ കറിയും
പായസമൊക്കെയാണ് കേട്ടോ സ്പെഷ്യൽ എന്ന് പറയാം. ബാക്കിയൊക്കെ നമ്മൾ ഡെയിലി വീട്ടിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ മക്കളൊക്കെ ഫുഡ് കഴിച്ചു, ഞങ്ങളും കഴിച്ചു. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബായ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.